സാർ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, അതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വിഷയം തന്നെയാണ് ചർച്ച എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും മകളും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൃഷ്ണകുമാർ എന്തിനാണ്, നമ്മൾ ആ വിഷയമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനൊരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്? അറസ്റ്റിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പോലീസിനെ ഭയപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പം ജാമ്യത്തിന് പോയത്. കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് വന്നല്ലോ. ഒരാളുടെ 69 ലക്ഷം രൂപ പോയി, അവിടുത്തെ സ്റ്റാഫ് എടുത്തു. ആ എടുത്തതിന് അത് അവരുടെ അക്കൗണ്ടിലേക്കും പോയി. അപ്പോൾ പ്രാഥമികമായിട്ട് പോലീസ് ആ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രതികളുടെ മൊഴി വെച്ചിട്ട് തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ കേസ് അത് സാധാരണ പ്രതികൾ പറയുന്നതാണ്. എല്ലാ പ്രതികളും കൊലപാതകം ചെയ്തിട്ട് നിൽക്കുന്നവർ ഞാനല്ല വേറെ ആളാന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആ വേറെ ആളിന്റെ പേര് കേസെടുക്കാൻ പറ്റുമോ, ഇയാളെ ഒഴിവാക്കാൻ പറ്റുമോ? പോലീസ് എന്താ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തീർച്ചയായിട്ടും ഈ എടുത്ത ആളാരായാലും ശരി, അത് നിയമത്തെ പറ്റി വലിയ ഗ്രാഹ്യമില്ല, അയാളുടെ ട്രെയിനിങ് പ്രോപ്പർ അല്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇങ്ങനെ പ്രതികൾ പറയുന്നതനുസരിച്ച് അടുത്ത കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനമല്ല പോലീസ് സ്റ്റേഷൻ. അത് നേരത്തെ 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വന്നാൽ അതിനകത്ത് കോഗ്നിസിബിൾ ഓഫൻസ് ഉണ്ടോ എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എടുക്കാവുന്ന കുറ്റം. പോലീസിന് എടുക്കാവുന്ന കുറ്റം, എടുക്കാൻ പാടില്ലാത്ത കുറ്റമുണ്ട്. അപ്പൊ എടുക്കാവുന്ന കുറ്റമാണെന്നുള്ള അവരുടെ മൊഴി സംസാരം കേൾക്കുമ്പോൾ അറിയാം. അങ്ങനെയാണ് പോലീസ് FIR എടുക്കുന്നത്. അങ്ങനെ എടുത്ത അതിന് കൗണ്ടറായിട്ട് അതിന് പ്രതിസ്ഥാനത്ത് വരുന്നവരൊരു കൗണ്ടർ പറയുന്നത് ഇത് ന്യായമായ ഒരു കേസിനകത്ത് അവർ പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ 69 ലക്ഷം രൂപ അങ്ങോട്ട് പോയിട്ടുണ്ടോ, അതായിരുന്നു നോക്കേണ്ടത്. എന്നിട്ട് വേണം അതിനകത്ത് കള്ളമാണോ കൃഷ്ണകുമാർ പറഞ്ഞ അല്ലെ മോള് പറഞ്ഞ കള്ളമാണെന്നെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയായിപ്പോയി. അത് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും കേരള പോലീസിൽ എടുക്കാനും പാടില്ല, അവരെ ഒരു പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ഇരുത്താനും പാടില്ല, അവർക്കൊരു പോലീസ് സ്റ്റേഷൻ ചാർജ് കൊടുക്കാനും പാടില്ല. അപ്പോൾ ഒരു സംശയം തോന്നുന്നത്, നമ്മൾ പല കേസുകളിലും ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് സ്ത്രീകൾ ചെന്നിട്ട് പോലീസുകാർ പരാതി മേടിക്കാൻ പോലും കൂട്ടാക്കിയില്ല, അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ പല കേസുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരിപ്പോ പരാതി കൊണ്ടുകൊടുത്ത് പെൺകുട്ടികൾ കൗണ്ടർ പരാതിയാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇത് പോലീസ് സ്വീകരിക്കാതിരുന്നാൽ ഇതൊരു മറ്റൊരു രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസ് പ്രാരംഭഘട്ടത്തിൽ ഒരു പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കേസ് എടുക്കുമല്ലോ. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പോലീസിനെ ഈ കേസിൽ അങ്ങനെ വിമർശിക്കാൻ പറ്റുമോ? വിമർശിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം അത് അവർക്കൊരു ഡിഫൻസ് പറയും. ഒരു പ്രൈമറി ഒഫൻസ് നടന്നല്ലോ. 69 ലക്ഷം എന്ന ഒരാള്, ഒരു പെൺകുട്ടി ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാർ 69 ലക്ഷം രൂപ അവർ കടത്തിക്കൊണ്ട് പോയി അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലേ? പക്ഷെ ഇവര് വന്ന് പറയുന്നത് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഒരു അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ അല്ല, ഇവര് കേസുമായിട്ട് പോകുന്നത്, പരാതിയുമായിട്ട് പോകുന്നത് ഞങ്ങളെ കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി എന്നൊരു പരാതി കൊടുക്കുമ്പോൾ പോലീസ് ആ രീതിയിലല്ലേ കേസ് എടുക്കേണ്ടത് സ്വാഭാവികമായിട്ട്. അപ്പോൾ പോലീസിനെ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റും. തള്ളിക്കളയണം. കാരണം അത് കോഗ്നിസബിൾ ഒഫൻസ് എന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല എന്നാണ്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശ്വാസത കുറവുണ്ടെങ്കിൽ കേസെടുക്കില്ല പോലീസ്. അതൊന്ന് പ്രാഥമിക പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷം എടുക്കുകയുള്ളൂ. അപ്പൊ അതിനകത്ത് പോലീസ് മറ്റുള്ളവരെ പ്രതിഭാഗത്ത് നിൽക്കുന്നവർ പല കൗണ്ടറും അടിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് പോലീസ് കിടന്ന് ആടാൻ പാടില്ല. അതൊക്കെ വരും അദ്ദേഹത്തെ കിട്ടും. അത് ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു പ്രൈമറി അക്യൂസേഷൻ ആണ് എന്ന് പറഞ്ഞാൽ 69 ലക്ഷം കടത്തിയെന്ന് പറഞ്ഞാൽ 7 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷയാണ്. അപ്പൊ അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒരു കൗണ്ടർ പറയും, അവർ നിരപരാധികളാണെന്ന് പറയും. അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനകത്ത് തട്ടിക്കൊണ്ടുപോയോ മറ്റേത് പോയെന്നൊക്കെ പറയുന്നത് അതൊരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിനുള്ള കാര്യമല്ലേ ഉള്ളൂ. അതിന് CCTV ഒന്നും ആവശ്യമില്ല, മൊഴി തന്നെ അറിയാം നമുക്കൊക്കെ. അത് ഇങ്ങനെ പറയും. ഏതെങ്കിലും കള്ളനെ പിടിച്ചോ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളനെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞു ഞാനും അറിഞ്ഞില്ല സാറേ എന്നല്ലേ അവൻ പറയുള്ളൂ. ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി എന്നെ അവരെ വീട്ടിലിട്ട് അടിച്ചു ഉടനെ അതിന് കേസെടുക്കാനാണ്. അതിന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബുദ്ധി വേണം പോലീസിന്. കോംപ്രിഹെൻസീവ് എന്നാണ് ഞാൻ പറയുന്നത്. ആ ബുദ്ധിയില്ല. അത് ആരായാലും ശരി, ഏത് റാങ്കിലുള്ള ആളായാലും ശരി അങ്ങനെ പറയാൻ നോക്കുള്ളൂ. കേരള പോലീസിൽ എത്രയോ വർഷം നമ്മൾ 10-31 വർഷം അടിസ്ഥാനപരമായി ഇതെല്ലാം പഠിച്ചു വന്നാലേ ഞങ്ങളെ പോലെയുള്ളൂ. ഇപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായി പഠിപ്പിക്കാൻ കഴിവുള്ള ഓഫീസേഴ്സ് ഇല്ല. അവിടാണ് ഈ തെറ്റുപറ്റുന്നത്. നിയമത്തിന്റെ പാണ്ഡിത്യമുള്ളവരെ കൊണ്ട് പഠിപ്പിക്കുന്നില്ല. അതിന്റെ പ്രാക്ടിക്കൽ
പ്രയോഗം എങ്ങനെയാണെന്നും പഠിപ്പിക്കുന്നില്ല. ഇത് ഏതെങ്കിലും കുറെ വക്കീലന്മാരെ വിളിച്ച് ആരും ഒരു ക്ലാസ് എടുക്കുന്നതല്ല പോലീസ് വർക്ക്. അത് വെൽ എക്സ്പീരിയൻസ് ആയ റിട്ടയർ ചെയ്ത ധാരാളം ഓഫീസേഴ്സ് കേരളത്തിലുണ്ട്. അവരെ കൊണ്ടില്ലേ ക്ലാസ് എടുപ്പിക്കേണ്ടത്. എന്നാലും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരു വക്കീൽ എന്ന് പഠിപ്പിച്ചാൽ അത് വക്കീലിന്റെ സ്റ്റൈലാണ്, അതല്ല പോലീസിന്റെ സ്റ്റൈൽ. രണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണകുമാറും ഫാമിലിയും കൊടുത്തു കഴിഞ്ഞു. സാർ പറഞ്ഞ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടിയിരുന്നത്? അവരൊന്നും ചെയ്യണ്ട. അവർ സത്യം പറഞ്ഞല്ലോ. പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നു. അപ്പൊ തന്നെ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി ശരിക്കും മേലുദ്യോഗസ്ഥനെ കണ്ട് പറയണം. അത് സ്റ്റാൻഡ് സ്റ്റിൽ ആവണമല്ലോ. അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. അവർ കിടന്ന് പേടിക്കാതെ. വേറെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടായിരിക്കും അവർ പോയത്. പക്ഷെ അതിനകത്ത് ഇവർക്കറിയാമല്ലോ, അതിനകത്ത് നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു പരാതി കൊടുത്തേ ഉള്ളൂ, അതിനൊരു കേസ് എടുത്തിട്ടുണ്ട്. അത് പ്രതികൾ പറയുന്ന ഒരു ഡിഫൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ കള്ളക്കേസ് എടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി വരണം. ഇനി വന്നേ പറ്റുള്ളൂ. കാരണം ഇത് പഠിക്കണം. കാരണം അങ്ങനല്ല പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനും പോലീസിന്റെ പ്രൊസീജിയറും നടപ്പുകളൊന്നും അങ്ങനെയല്ല. അത് മനസ്സിലാക്കാതെ ഒരു സബ് ഇൻസ്പെക്ടർ, SHO, DOSP ഇരുന്നാലും ശരി, അവരുടെ നടപടി തെറ്റ്. അവർക്ക് നിയമാവബോധമില്ല, പ്രായോഗിക പരിജ്ഞാനം ഇല്ല എന്നല്ലേ പറയാൻ ഒക്കുള്ളൂ. ആ പോസ്റ്റ് വന്ന് ഇരുന്നുകൊണ്ട് സർവജ്ഞ പീഠം കയറിയെന്ന് അങ്ങ് ചിന്തിക്കണ്ടേ. താൻ തന്നെയാണ് എല്ലാത്തിലും ലീഗലായിട്ട് കഴിവുള്ള ആളെന്നും പറഞ്ഞ് അങ്ങ് ചിന്തിക്കണ്ട. അത് പോലീസിനെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ, അത് എങ്ങനെയാണ് നടത്തേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പ്രീവിയസ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ പഠിപ്പിച്ച് കൊണ്ടുവരും. പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഏകദേശം 10 മാസമായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ. 10 മാസവും 2-3 പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് അവിടുത്തെ സീനിയർ കോൺസ്റ്റബിളിന്റെ കൂടെ ഇരുന്ന് ഓരോ ടൈപ്പ് കേസുകൾ പഠിക്കുകയാണ്. ഇവരാരാ പഠിച്ചിരിക്കുന്നത്? സ്വന്തമായിട്ട് എഴുതണം. അല്ലാതെ ആ ഇന്റലക്ച്വൽ ആയിട്ട് അത് നോക്കി പഠിക്കാനൊന്നും പറ്റില്ല. ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് ആ ഇൻക്വസ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്, അതിനകത്ത് പഞ്ചായത്തുകാർ 4 പേര് വേണമെന്നും, അവരുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ മൊഴി എടുക്കണമെന്നും, അതിനകത്ത് ആ കാണുന്ന ആര് മരിച്ചാലും ശരി അത് അൺഡ്രസ് ചെയ്യണമെന്നും, അൺഡ്രസ് ചെയ്ത് കാണുന്ന വിവരങ്ങൾ അതേപടി എഴുതണമെന്നും, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഉദ്ദേശം വെച്ച് അത് കൊലപാതകം അല്ലാതെ ഇയാളുടെ മനസ്സിലല്ല ഇത് എവിഡൻഷ്യറി വാല്യൂ ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബോഡിയിലും പരിസരത്തും ഉണ്ട്. അതാണ് നോക്കേണ്ടത്. ഇപ്പൊ മ്യൂസിയം പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ SHO കേസ് എടുക്കാൻ തീരുമാനിച്ചത്? മണ്ടത്തരമല്ലേ ഉള്ളൂ. അതിപ്പോ വരട്ടെ. ഇതിപ്പോ അവിടുന്ന് അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ അയാൾ അവിടുന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം വിവരമുള്ളവർ അവിടെ അന്വേഷിക്കും. ഇങ്ങനെ ഒരു നടപടിക്രമം ഇല്ല പോലീസിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിനും കൗണ്ടർ എടുക്കേണ്ടി വരും. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസിനും കൗണ്ടർ വരും. കാരണം പ്രതികളുടെ ഭാഗവും ന്യായീകരിക്കത്തക്ക രീതിയിൽ കേസ് എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു നിയമപരമായ ഒരു വാഴ്ചയില്ലാന്നേ വരുള്ളൂ. അങ്ങനല്ല അത് ചെയ്യേണ്ടത്. നിരപരാധിക്കെതിരായിട്ടൊക്കെ ചിലപ്പോൾ പോലീസ് കേസെടുത്താൽ അതിന് വേറെ സംവിധാനത്തിൽ അയാൾ നിരപരാധിയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള സംവിധാനം കേരള പോലീസിലുണ്ട്. അതിന്റെ പുറകെ പോകാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ എടുത്തു ചാടി ഒരാളൊരു മൊഴി പറയുമ്പോൾ അതനുസരിച്ച് നീങ്ങുക എന്നുള്ള അത് തെറ്റായ പ്രവണതയാണ്. അങ്ങനെ പഠിച്ചിട്ടില്ല. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒഫൻസ് കൃത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. പ്രതിസ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവര് ചിലപ്പം പറയാം അവരെ കയറി പിടിച്ചെന്ന് അങ്ങനെ പറയാമല്ലോ. അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കളവായിട്ട് ഇതുപോലെ മൊഴി കൊടുക്കുന്നവരെ പ്രോസിക്യൂഷൻ നടത്താനും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നിയമവകുപ്പ് കൂടെയുണ്ട്. ഈ കേസിനകത്ത് മനഃപൂർവ്വം അവര് കേസെടുപ്പിച്ച് പോലീസ് കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യണം. മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ച പ്രതികൾ. അപ്പൊ രണ്ടാമത്തെ കേസും വരും. ആദ്യത്തെ കേസല്ല. 669 ലക്ഷം രൂപ മോഷ്ടിച്ച കേസല്ല. ആ കേസ് ഇത് മോഷ്ടിച്ചിട്ട് അതിന് ആ വാദിയെ കുരുക്കാനും അല്ലെ വാദിയുടെ പിതാവിനെയും കുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെ കൃഷ്ണകുമാറിന്റെ മകളെ കുരുക്കാൻ വേണ്ടി അടുത്തൊരു ഫോൾസ് കേസ് അവര് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ അവരെ അടുത്ത പ്രോസിക്യൂട്ട് ചെയ്ത് വീണ്ടും FIR എടുക്കണം. ഇപ്പൊ ഇതിൽ കൃഷ്ണകുമാർ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. CMന്റെ ഓഫീസാണ് കൃത്യമായിട്ട് ഇതിൽ ഇടപെടുകയും ചെയ്തത്. അപ്പോൾ ഒരു ഗൂഢാലോചന സംശയിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കൃഷ്ണകുമാർ എത്രയും അറിയപ്പെടുന്ന ഒരു ഫാമിലിക്കെതിരെ BJP നേതാവ് കൂടിയാണ് അങ്ങനെ ഒരു കേസ് എടുക്കാനുള്ള വേറെ എന്തെങ്കിലും സാഹചര്യം സാറ് കാണുന്നുണ്ടോ? അവര് രാഷ്ട്രീയ ചിന്ത ഒരു പോലീസ് ഓഫീസർക്ക് വന്നാൽ ചിലപ്പോൾ എടുത്തെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പോലെ എത്ര നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പോലീസ് അസോസിയേഷന് രാഷ്ട്രീയപരമായി കേരള പോലീസിൽ ഉണ്ട്. അപ്പം രാഷ്ട്രീയ ചിന്ത വരുമല്ലോ. അത് പാടില്ലല്ലോ. മതചിന്തയോ ജാതി ചിന്തയോ രാഷ്ട്രീയ ചിന്തയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ച് ഒരു SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്.
കാരണം അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ പത്തനംതിട്ട കണ്ടില്ലേ, അവിടുത്തെ എസ് പിക്ക് എതിരായിട്ട് അവിടുത്തെ അഡീഷണൽ എസ് പിയും സംഘവും എതിരായിട്ട് അവിടെ കശവിശ ഉണ്ടായി. കാരണം അത് ആ എസ് പി പറഞ്ഞത് ന്യായമാണ്. കാരണം ഇവരെന്തുകൊണ്ടാണ് കൗണ്ടർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പോലീസിൽ ഒരു റിഫ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നീതി പൊതുജനങ്ങൾക്ക് ലഭിക്കാതെ വരും. കാരണം അവർക്ക് രാഷ്ട്രീയ ചിന്തയും മതചിന്തയുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ വരുന്നവന് ജാതി ഏതാണ് അവന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ നോക്കും നമുക്ക്? ഇത് ഇന്ത്യയിലെ വേറെ ഒരിടത്തും ഇല്ല പോലീസ് അസോസിയേഷൻ. എല്ലാവർക്കും വേണം ഒരു അസോസിയേഷൻ ആക്കിക്കും. ഇത് റാങ്ക് തിരിച്ചുള്ള അസോസിയേഷൻ അല്ലേ ഇവിടെ വരുന്നത്? മൊത്തം കേരള പോലീസ് ഒന്നിച്ചെടുത്തോ, DGP വരെ താഴെയുള്ളവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിക്കോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഗ്രീവൻസസ് പോലീസിലെ ഓരോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ആ ഗ്രീവൻസസ് അത് പരിഹരിക്കാൻ പോലീസിൽ തന്നെ മെത്തേഡുണ്ട്. എല്ലാ മാസവും ആംഡ് പോലീസിലും സ്പെഷ്യൽ ആംഡ് പോലീസും പോലീസ് സ്റ്റേഷനിലും കമ്മീഷണറോ SP അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അതിന്റെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് മെത്തേഡ് പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലുണ്ട്. പിന്നെ എന്തിനാണ് അസോസിയേഷൻ? അത് പണ്ടുപോലെ ഉണ്ട്. അപ്പൊ അത് അല്ലാതെ ഈ രാഷ്ട്രീയമായ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കെങ്കിലും റിക്രൂട്ട് ചെയ്യുന്ന രാഷ്ട്രീയ ചിന്തയും മതചിന്തയും ഉണ്ടാവും. അത് വിനാശകരമാണ്. ഇത് അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കൃഷ്ണകുമാർ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തൊപ്പി തെറിക്കും, ആ ഒരവസ്ഥയിലേക്ക് വരുമോ? അല്ല, പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ രണ്ടാമത്തെ കേസ്. അത് ഇപ്പൊ അവര് കറക്റ്റ് ട്രാക്കിലേക്ക് വരുന്നെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. കാരണം 69 ലക്ഷം രൂപ 3 പേരുടെ അക്കൗണ്ടിൽ പോയെന്ന് കണ്ടുപിടിച്ചു. കാരണം 3-4 ദിവസം പോലീസ് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ധൃതി പിടിച്ച് രണ്ടാമത്തെ കേസ് എന്തിനാ എടുക്കാൻ പോകുന്നത്? ഇതിന്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് പോരായിരുന്നു അത് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പം ആ CCTV ദൃശ്യം വരെ കിട്ടിയിട്ടുണ്ടല്ലോ. അവർ ഒരാൾ സ്കൂട്ടറിൽ പോയാൽ പോകുന്നു, ആ കൃഷ്ണകുമാറിന്റെ അവരുടെ കാറിൽ തന്നെ 2 പെൺകുട്ടികൾ അവരുടെ സ്റ്റാഫല്ലേ കയറി പോകുന്നു. അതൊരു ഒഫൻസ് ആണോ? അത് തട്ടിക്കൊണ്ട് പോകലാണോ? അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരാണ് ആ വിഷം കുത്തിവെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ഇതിന് പിന്നാലെ ഒരു ആരെ കളിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം പറഞ്ഞാൽ ഇവരുടെ മൊഴി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അഹാനി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തുന്നതും അതിനുശേഷം ഇത് വിവാദമായ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതെല്ലാം 3 പേരും പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയാണ് പറഞ്ഞത്. ആരെങ്കിലും കൃത്യമായി കളിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടല്ലോ, അല്ലാതെ എങ്ങനെയാ വരുന്നത്? ആ കുട്ടികൾക്ക് അതിനുള്ള ബുദ്ധിശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് സാധാരണക്കാരായ ഇവിടെ വന്നു, അവരൊരു ബലഹീന സാമ്പത്തികമായി വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവര് കുറെ പൈസ അടിച്ചു മാറ്റി. പക്ഷെ കൃഷ്ണകുമാറും മകളും പറഞ്ഞത് അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ TV 24 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 3 പേരും അവരുമായിട്ട് സംസാരിച്ച് അവര് ഈ 69 ലക്ഷത്തിലെ 22.5 ലക്ഷം മതി എന്നങ്ങനെ തീരുമാനിച്ചു. നിങ്ങൾ 22 ലക്ഷം മതി, അതിന് 8 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാവെന്നും പറഞ്ഞത്. അങ്ങനെ ഒരു സെറ്റിൽമെന്റ്. അപ്പൊ അങ്ങനെ ഒരു മനസ്ഥിതി അങ്ങേർക്ക് ഉണ്ടായല്ലോ. സാമ്പത്തികം വന്നപ്പം അവർക്ക് അതിൽ നിന്ന് ആ പണം ഉപയോഗിച്ചിട്ട് അവർ വീട് നന്നാക്കും, മറ്റു ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവിടുന്ന് പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടും പുള്ളി 22 ലക്ഷം സെറ്റിൽ ചെയ്യാൻ റെഡിയായ മനുഷ്യനാണ്. ആ മകളും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേക്കുള്ളൂ. പക്ഷെ പലരും പറയുന്നത് ഇത് കേസുമായി മുന്നോട്ട് പോകാതെ ഈ കൃഷ്ണകുമാറും കുടുംബവും ഈ സ്റ്റാഫുകളെ വിളിച്ചു വരുത്തി മൊത്തത്തിൽ എല്ലാവരും കൂടി ഇട്ട് അവരെ ചോദ്യം ചെയ്യുന്നു, ഒരു തടഞ്ഞു വെക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. അതൊക്കെ തെറ്റാണ്. അത് എന്തുകൊണ്ട് പോലീസിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തില്ല, ഇങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്നൊക്കെ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലാണ് പെരുമാറുകയുള്ളൂ. ഇപ്പോൾ ദിയയുടെ ഓഡിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ചീത്ത വിളിക്കുന്നത് മറ്റും. അതപ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അല്ലെ? അതൊക്കെ വേറെ. കാരണം ഒരു സ്ഥാപനത്തില് അവിടുത്തെ സ്റ്റാഫ് പൈസ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ നിൽക്കും. അയാളുടെ സ്റ്റാഫാണ്, പൈസ എടുക്കും, പൈസ മോട്ടിച്ചു. അവർ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ തീർക്കുന്ന പ്രശ്നങ്ങൾ. ഈ രാജ്യത്ത് അങ്ങനെയല്ലേ തീർക്കുന്നത്. അതിനുശേഷം നടക്കാതെ വരുമ്പോഴല്ലേ പോലീസിൽ പോകുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് അതിന്റെ കൃഷ്ണകുമാറും മകളും ഇടപെട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ചില ആൾക്കാർക്ക് അവർക്ക് വേണ്ടി വരികയും ചെയ്തു. അതിനെന്താ കുഴപ്പം? അവർ വരണോട്ടെ, അവർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചോളൂ. പക്ഷെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അഭ്യാസം കളിച്ചിട്ട് വീണ്ടും അവർ മുതലാളിക്കോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു കേസ് എടുക്കാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഈ കാണിച്ച ഒഫൻസ് എങ്ങനെയാണ് അവർ കാണിച്ചത്? QR കോഡിനകത്ത് അവര് ചില മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അതൊരു ഒഫൻസ് ആയില്ലേ? അതിനല്ല, ഒരു സ്ഥാപനത്തിൽ നിന്ന് പൈസ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് വളരെ 7 വർഷം വരെ മുതൽ 10 വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്നതാണ്. അത്
408 IPC 316 BNS പ്രകാരം ശിക്ഷാർഹമാണ്. കാരണം അതിന് സാക്ഷി വേണ്ട, ഇവരുടെ പൈസ ഇവരുടെ അക്കൗണ്ടിൽ പോയിരിക്കുന്നു. അപ്പൊ അത് QR കോഡിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിലോട്ട് തന്നെയാണ് പൈസ അടയ്ക്കാൻ പറയുന്നത്. അത് അവരുടെ മൊബൈൽ ഫോണിനകത്ത് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കാമല്ലോ. അപ്പൊ അത് QR കോഡിനകത്ത് മാറ്റി ആരാണ് ആ ടെക്നോളജി പറഞ്ഞു കൊടുത്തവർക്ക്, ആരാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ അവരുടെ ഡിസോണസ്റ്റ് ഇന്റൻഷൻ കൊണ്ടല്ലേ ഇതുപോലൊരു കൗണ്ടർ കേസ് ഉണ്ടാക്കിയത്. അതൊന്നും നിലനിൽക്കത്തില്ല. ഇതിനകത്ത് ഇപ്പം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വന്നു കഴിഞ്ഞു. വന്നെന്ന് പറഞ്ഞാൽ സാക്ഷിയൊന്നും വേണ്ട. ഇവിടെ ഈ കൗണ്ടറിൽ ഇവരുടെ മുതലാളി കിട്ടുന്ന പൈസ വേറൊരു വഴിക്കൂടെ ഇവരുടെ അക്കൗണ്ടിൽ പോയിരിക്കുന്നു. അതിനെന്ത് സമാനം പറയാനുണ്ടോ? ഇവർക്ക് വേണ്ടി സഹായിക്കുന്ന ആളോ വക്കീലോ അതൊന്ന് മാറ്റം വരുത്താൻ പറ്റുമോ? അത് കൃത്യമായ എവിഡൻസ് ആയില്ലേ? പിന്നെ QR കോഡിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ഓഫൻസ് കൂടെ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് വന്നു. അത് 477A ഇന്ത്യൻ പീനൽ കോഡ്, അത് 344 7 വർഷ ശിക്ഷയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. 2 ഒഫൻസ് ക്ലിയർ ആണ്. അപ്പൊ അതിലേക്ക് കുട്ടികളെ കൊണ്ട് ചാടിച്ച അങ്ങനെയുണ്ട് അയാളെ കൊണ്ട് പ്രതിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ പിന്നിൽ കളിച്ച ആളെ കൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും പ്രതിയാക്കണം അയാൾ. കാരണം ഇത് ഒരു ഒഫൻസിന് 10 വർഷം, മറ്റു തരത്തിന് 7 വർഷം ശിക്ഷയുള്ളതാണ്. അകത്തോട്ട് പോവില്ലേ, റിമാൻഡ് ചെയ്യില്ലേ? ഈ കുട്ടികളെ റിമാൻഡ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ബാക്കി പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് അടുത്ത എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യാം.